ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ വിശേഷമായാലോ. ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് വെട്ടിക്കോട്ട് അമ്പലത്തിലൊന്ന് പോകണമെന്ന് കേട്ടോ. ഒരുപാട് നാളായി ഞങ്ങൾ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സർപ്പദോഷത്തെക്കുറിച്ച്. അപ്പം കുറേ ആളുകൾ അത് കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നാളായി കേട്ടോ വെട്ടിക്കോട്ട് വന്നിട്ട്. അങ്ങനെ ഈ ദിവസം ഞായറാഴ്ച എന്തായാലും വരാമെന്ന് വിചാരിച്ചു. വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞതായിട്ട് ഈ ഒരു ഭാഗമാണ് കേട്ടോ. പക്ഷേ വണ്ടി അതിലേക്കൂടെ പോകത്തില്ല, കുറച്ചും കൂടെ മുമ്പോട്ട് നീങ്ങിയിട്ടാണ് വണ്ടി കൊണ്ടിടാനായിട്ട് പറ്റും. ഇതിലേക്കൂടാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട്ട് ആദിമൂലം ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പൊതുവേ ഒരു തിരക്ക് കുറവുള്ള ദിവസമായിരുന്നു തോന്നുന്നു കേട്ടോ. നല്ല തിരക്ക് കുറവായിരുന്നു. നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിനകമൊന്നും വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അമ്പലത്തിന് അടുത്ത് വന്ന് ഇവിടെ നിർത്തിയിട്ട് അണ്ണൻ വണ്ടി കൊണ്ടിടാനായിട്ട് പോയി കേട്ടോ. അകത്ത് പോയി തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് പുറകുവശത്തൂടെ പുറത്ത് സ്റ്റാളുണ്ട്, അവിടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പലതരം പള്ളികൾ പൂത്തു നിൽക്കും മലർവനിയായൊരു കാവുകളിൽ ആലോലമാടിക്കളിച്ചിടുന്ന ഉല്ലാസഗാത്രിതർക്കിൻ പ്രണാമം, ഉല്ലാസഗാത്രിതർക്കിൻ പ്രണാമം. മണിനാഗത്തിരുനാഗദേവങ്ങളെ കണി കാണാം, കണി കണ്ടു കൈകൂപ്പിടാം. മണിദീപം തിരുദീപം കൊളുത്തി വയ്ക്കാം. വെട്ടിക്കോട്ടു വാഴും ദൈവങ്ങളെ, വെട്ടിക്കോട്ടു വാഴും ദൈവങ്ങളെ. അങ്ങനെ ഞങ്ങൾ സ്റ്റോളിലോട്ട് പോകാനായിട്ട് വരുന്ന സമയത്ത് അവിടെ അമ്പലക്കുളം കണ്ടപ്പം ശ്രേയമോൾക്ക് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഈ പടവുകളൊക്കെ ഒരുപാട് തെന്നിയൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാലൊക്കെ കഴുകി അവിടെ നിന്ന് തിരിച്ച് കയറി വരികയാണ്. അവളവിടെ മീനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവിടെ ആ അമ്പലത്തിനകം ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. തിരിച്ച് വരാനായിട്ട് തോന്നത്തില്ല. അത്രയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അപ്പം അകത്ത് ഒന്നും ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ വെളിയിലിറങ്ങി വന്ന കാവുകളൊക്കെ ഞങ്ങളിങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ദേവതകളായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വരാൻ തോന്നത്തില്ല. കുറേ സമയം അമ്പലത്തിനകത്ത് ഞങ്ങൾ ഇരുന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു കച്ചവടക്കാരും വളരെ കുറവായിരുന്നു, സ്റ്റാളുകളൊക്കെ വളരെ കുറവായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇടയ്ക്കൂടെ വിശന്നു. അപ്പം അവിടെ അടുത്തൊരു സ്റ്റോളിൽ കയറിയിട്ട് ഞങ്ങൾ നെയ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നടന്നിങ്ങനെ വന്നപ്പോഴേ അവിടെ 10 രൂപ സ്റ്റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേന് ശ്രേയമോൾ എന്നെ പിടിച്ച് വലിച്ചു. അമ്മ നമുക്ക് അതിനകത്ത് കയറാം. ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിനകത്ത്. ഏറ്റവും കൂടുതൽ തിരക്ക് അവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ 10 രൂപ സാധനം വാങ്ങിക്കാനായിട്ട് പോയപ്പോഴത്തേന് അച്ഛനും മകനും കൂടെ വേറെ വഴിക്ക് പോയി കേട്ടോ. അവർ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. സവാളയും അച്ചാറിടാനായിട്ട് നല്ല മാങ്ങ, ആ ഭാഗത്തൊക്കെ നല്ല ഫാമിൽ നിന്ന് മാങ്ങയൊക്കെ കിട്ടും, പച്ച മാങ്ങയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. ഞങ്ങൾ പിന്നെ ഞാനും ശ്രേയമോളും കൂടെ അവിടെ എല്ലാം നടന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മസാല വാങ്ങിക്കുന്നവരാണ്, ഭയങ്കര വിലയാണ് മസാലയ്ക്ക്. 50 രൂപയ്ക്ക് ഒത്തിരി മസാലയാണ് വാങ്ങിച്ചത്. പിന്നെ അവിടുന്ന് മുതിരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണന് മുതിര ഇഷ്ടമാണ്, മുതിരയും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞു. കണ്ടില്ലേ, ഇതാണ് ചെടിച്ചട്ടി. 5 ചെടിച്ചട്ടിക്ക് 100 രൂപ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെടിച്ചട്ടിയായിരുന്നു കേട്ടോ. അവിടുന്ന് വലിയൊരു കടയുണ്ട്, ഒരുപാട് സാധനങ്ങളുള്ളൊരു കടയുണ്ട്. അവിടെ ഒരുപാട് കമ്മലുകൾ, പല തരത്തിലുള്ള കമ്മലുകൾ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഈ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ വണ്ടിയിൽ തൂക്കിയിടാനായിട്ട് ഒരു ഉടുക്കാണ് കേട്ടോ. വണ്ടിയിൽ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു ഉടുക്ക് വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലിൻ്റെ കളക്ഷൻസ് ഉള്ളൊരു കടയായിരുന്നു ഇത് കേട്ടോ. ഒത്തിരി നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയായിരുന്നു ഇത്. പിന്നെ അവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് വാങ്ങിച്ച ആ ഉടുക്ക്. എന്തോ ഒരു ഇഷ്ടം തോന്നി അതിനോട്. ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ്. പൊരിഞ്ഞ വെയിലായിരുന്നു. 1.5 മണിക്കൂർ കൊണ്ട് തൊണ്ട വറ്റിയിരിക്കുകയായിരുന്നു. പിള്ളേർ സോഡ നാരങ്ങ വെള്ളം വേണമെന്നൊന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അണ്ണൻ പറഞ്ഞു വഴിയിൽ നിന്ന് വാങ്ങിച്ചു തരത്തില്ല, വീട്ടിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വരുന്ന വഴിക്ക് ഒരു സോഡ വാങ്ങിച്ചുകൊണ്ട് വന്നു, നാരങ്ങയും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനത് നാരങ്ങ പിഴിഞ്ഞു, ഉപ്പും പഞ്ചസാരയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് കേട്ടോ. ശ്രേയ മോള് ഇത് കുടിച്ചിട്ടേ അവിടെ നിന്ന് പോത്തോളെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ട് അത് ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് സോഡ ഒഴിച്ചു. ആ സമയത്ത് ഈ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ അമ്മോ എന്തോ ഒരു സുഖമായിരുന്നെന്നറിയോ, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. തൊണ്ട പറ്റിയിരിക്കുകയല്ലായിരുന്നു. വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ 11:30 ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഹസ്ബൻഡ് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സവാളയും കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞൊന്ന് വഴറ്റാനായിട്ട് വെച്ച് കേട്ടോ. ചിക്കനകത്ത് ഞാൻ കൂടുതലും കൊച്ചുള്ളി ഇടും കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഇത് കാണിക്കുന്നത് അത് ഒരു ഞായറാഴ്ചയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതോടെ ഉൾപ്പെടുത്തിയത്. അപ്പം ചിക്കൻ്റെ കൂടെ നമ്മളൊരു തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള ഒരു പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് അറിയില്ല. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മളതിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയും കൂടെയുള്ള പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ആ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചിക്കൻ വയ്ക്കുന്നത് കേട്ടോ. തോനെയും കൊച്ചുള്ളി ഇടും. എനിക്ക് ഈ ഒരു ഗ്രേവി ഈ ഒരു പേസ്റ്റ് അതിനകത്ത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൊഴുപ്പ് കിട്ടത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് നമ്മളതിനകത്തോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് മൂപ്പിച്ചു കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു. ഒരു വലിയ കഷ്ണം ചീനി, അത് 2 ദിവസത്തിന് മുമ്പ് വാങ്ങിച്ചായിരുന്നു. അത് ചീനി ഇരിപ്പുണ്ടായിരുന്നു. അത് ചീനി അരിഞ്ഞ് അടപ്പിൽ വെച്ചു. അപ്പോഴത്തേന് ചിക്കനൊക്കെ ഒരു പരുവായിട്ടുണ്ട്. മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ്, അതിട്ട് കൊടുത്തു. അപ്പം ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിയും കൂടെ ഒന്ന് കൊത്തിപ്പൊടിച്ചൊന്ന് പുരട്ടിയെടുക്കണം. അപ്പം ചിക്കൻ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ടുണ്ട്. ചീനി അതേപോലെ തന്നെ പുട്ടുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുക്കുവരട്ടി വേണമായിരുന്നു. അതുകൊണ്ട് ഒരു വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് മെഴുക്കുവരട്ടിയാക്കി ഉച്ചക്കലത്തെ ചോറ് കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഞായറാഴ്ചത്തെ വിശേഷം.